നല്ല കളറുള്ള മുന്തിരിയാണെന്നുണ്ടെങ്കിൽ നല്ല കളറ് വരും. ഇപ്പം ഇത് എൻ്റെ മുന്തിരിക്ക് കളറ് കുറവായതുകൊണ്ട് കാണുമ്പോൾ ഒരു എന്താ പറയുക, ഒരു ലുക്ക് തോന്നുന്നില്ല. എന്നാൽ കൂടി കുറച്ച് കളറൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ വൈന് ഒന്നുകൂടെ നന്നായിട്ട് എന്താ പറയുക അരിച്ച് വന്നിട്ടുണ്ട്. അപ്പം ഇനിയിപ്പം നമ്മളിത് ഇനിയും നമുക്ക് 2-3 ദിവസം കൂടെ വെച്ചിട്ട് പിന്നെ അതിനകത്തുനിന്ന് തെളി വരുന്നത് ഊറ്റിയെടുത്ത് നമുക്കിങ്ങനെ വെക്കാം. ഇതിപ്പോൾ ഒത്തിരി നാൾ ഇരിക്കുവാണെങ്കിൽ അതിൻ്റേതായ ഒരു എന്താ പറയുക ടേസ്റ്റ് കൂടും, വീര്യം കൂടും. അപ്പം നമുക്ക് ഇതിപ്പോൾ ചിലവരൊക്കെ ഇപ്പം ഉണ്ടാക്കിയിട്ട് അടുത്ത ക്രിസ്മസ് ആകുമ്പോഴാണ് യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാനും ആദ്യമായിട്ടാണ് ഞാനിപ്പോൾ ഒരു വൈൻ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇത് വെച്ചിട്ട് അടുത്ത വർഷം എങ്ങനെ ഉണ്ടെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിപ്പം നമ്മുടെ ഇപ്പം നമുക്ക് കുടിക്കാനായിട്ട് പറ്റും, ഇപ്പോൾ വൈൻ ടേസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് വരും. അന്നേരം നമുക്ക് കുപ്പിക്കകത്തോട്ട് മാറ്റി എടുത്ത് വെക്കണം, തെളിഞ്ഞ് വരുന്ന ഭാഗം. ഇപ്പം ഇതിട്ട് വെച്ചിരുന്ന ഭരണിക്കകത്ത് തന്നെയാണ് ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത്. അത് ഞാനിപ്പോൾ ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. വൃത്തിയാക്കി വെള്ളം കളഞ്ഞ് നല്ലതായിട്ട് തുടച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തോട്ട് തന്നെ ഇതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് കുപ്പിയിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മളിത് ഓരോ സാധനം എടുക്കുമ്പോഴും നന്നായിട്ട് തുടച്ച് ഒട്ടും വെള്ളമയം ഇല്ലാത്ത രീതിയിലാക്കി വേണം നമുക്ക് എടുക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തെങ്കിലും ഒരു വെള്ളമയോ കാര്യങ്ങളോ ഒക്കെ വന്ന് പിന്നെ ഇത് ചീത്തയായി പോയാലോ. അതുകൊണ്ട് എല്ലാം എടുക്കുമ്പോൾ സ്പൂണാണേലും പാത്രമാണേലും എന്തെടുത്താലും നമ്മളൊന്ന് നന്നായിട്ടൊന്ന് തുടച്ച് എന്നിട്ട് വെള്ളമയം ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ച് വെക്കാം. ജസ്റ്റ് ഇപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്യാനും മാത്രം നമുക്കൊരു കുറച്ചെടുക്കാം. ഇങ്ങനെ ഉണ്ടെന്നൊന്നും അറിയാമല്ലോ നമുക്ക് അത്. പിന്നെ എന്നോട് ഇതിട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും ചോദിച്ചു മുട്ട ചേർക്കുന്ന കാര്യം. അപ്പം ഞാനും ഇത് ആദ്യമായിട്ടാണ് ചെയ്യുന്നതുകൊണ്ട് എനിക്കും അതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് നമുക്ക് അവരോട് കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ലായിരുന്നു. കാരണം നമ്മളിത് ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാനിതിപ്പോൾ ഓപ്പൺ ആക്കിയപ്പം എനിക്ക് മെസ്സേജ് ഇട്ട ആൾക്കാരോട് ഞാൻ പറയുകയാണ്, നമുക്ക് അങ്ങനെയുള്ള ഒരു സ്മെല്ലോ ഒന്നും ഇല്ല. കറക്റ്റ് നമ്മുടെ വൈൻ്റെ ആ ഒരു സ്മെല്ല് തന്നെയുള്ളൂ. അല്ലാതെ ഒരു ഇതും എനിക്ക് ആ മുട്ട ചേർത്തുകൊണ്ട് ഫീൽ ചെയ്യുന്നില്ല. അല്ലെ മുട്ടയുടെ ആ ഒരു സ്മെല്ലോ അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഒരു ഇതോ നമുക്ക് ഈ വൈനിൽ തോന്നുന്നിട്ടില്ല. നമുക്കിത് ബാക്കി വരുന്ന നമുക്കൊരു ഗ്ലാസ്സിനകത്തോട്ടൂടെ മാറ്റാം. അപ്പോൾ നമ്മുടെ വൈൻ നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. കളർ നമുക്ക് ഇത്തിരി കുറവാണെന്നേ ഉള്ളൂ. അത് നമ്മൾ മേടിക്കുമ്പോൾ ഇനി മുന്തിരി നോക്കി മേടിക്കുക, നല്ല കളറുള്ള ടൈപ്പ് മുന്തിരി മേടിക്കുക. അപ്പം നമുക്ക് ഇതെങ്ങനെയുണ്ടെന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കുടിച്ച് നോക്കട്ടെ. സെയിം നമുക്ക് ആൾക്കാരൊക്കെ ഇട്ട് തരാറുണ്ട് കേട്ടോ. വൈനൊക്കെ ഇട്ടതാ വീട്ടിലിട്ടാന്നും പറഞ്ഞ് നമുക്ക് തന്നിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ടൊക്കെ ഇവിടുന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ആ ടേസ്റ്റ് പോലെ തന്നെയുണ്ട്. നമുക്ക് അല്ലാതെ മുട്ടയുടേതായ ഒരു ടേസ്റ്റ് വ്യത്യാസമോ അല്ലെങ്കിൽ ഒരു ചൊവയോ ഒന്നുമില്ല. നമുക്ക് ധൈര്യമായിട്ട് ഉണ്ടാക്കാം. ഇപ്പം അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ എല്ലാവരുടെയും മാറി കിട്ടും. കാരണം നമ്മൾ ഉണ്ടാക്കാത്ത ഒരു രീതിയിൽ ചെയ്ത് നോക്കുമ്പോഴേ അതിൻ്റെ ആ ഒരു റിസൾട്ട് നമുക്കറിയാം. ഇപ്പം നമുക്കത് ചെയ്തുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് ആൾക്കാരോട് പറയാം, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല രുചിയുണ്ട്. അപ്പം നമുക്കിനി ഇത് ഇരിക്കും തോറുമാണല്ലോ ഇതിൻ്റെ രുചി കൂടുന്നത്. അപ്പം എല്ലാവർക്കും തീർച്ചയായിട്ടും ഈ ഒരു മെത്തേഡിൽ നമുക്കിത് ഉണ്ടാക്കാം. അപ്പം നമ്മുടെ വൈൻ്റെ 2ാമത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടെന്ന് വിചാരിക്കുന്നു. ഞാനിത് ഉണ്ടാക്കാൻ ഇത്തിരി ലേറ്റ് ആയിപ്പോയി. അതുകൊണ്ട് നമുക്കിതിപ്പോൾ 2-3 ദിവസം കൂടെ ഒക്കെ ഇരുന്നിട്ട് എടുക്കുകയാണെങ്കിൽ ഇത്തിരി കൂടെ ഒരു ക്ലിയർ ആയിട്ട് കിട്ടിയേനായിരുന്നു. അപ്പം എന്തായാലും എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ക്രിസ്മസ് നേരുന്നു. അതുപോലെ തന്നെ ഹാപ്പി ന്യൂ ഇയറും. അപ്പോൾ ഇന്ന് എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ അറിയിക്കുക. അപ്പോഴല്ലേ എനിക്കും അതിനെന്തെങ്കിലും നമുക്ക് അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടണിൽ ഓൾ പ്രസ് ചെയ്യുക. താങ്ക് യു.